JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. സത്യസന്ധമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയണമെങ്കിൽ എനിക്ക് ഈ പടം ഒരു രീതിയിലും വർക്കായില്ല. ഓക്കെ, സ്ക്രീൻ പ്ലേയിൽ ഒരു രീതിയിലുള്ള ഫോക്കസും ഇല്ല. മൊത്തത്തിൽ പടം ഒരു വളരെ മെസ്സി ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്, ആൻഡ് ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും എന്നുള്ളിൽ പേഴ്സണലി സൃഷ്ടിച്ചില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു അവിയൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് എനിക്ക് JSK പേഴ്സണലി സമ്മാനിച്ചത്. ഈ പടത്തിൻ്റെ റൈറ്ററിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കണം, നിങ്ങൾ എന്താണ് ഈ സിനിമയിലൂടെ ഓഡിയൻസിന് കാണിക്കാൻ ശ്രമിച്ചത്? അഥവാ ആൾക്കൊരു കോർട്ട് റൂം ഡ്രാമ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുപോലെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ എടുക്കണമെന്നുണ്ടായിരുന്നു, സുരേഷ് ഗോപിയുടെ ഒരു മാസ് കമേഴ്ഷ്യൽ എൻ്റർടൈനർ എടുക്കണമെന്നുണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ അനുപമ പരമേശ്വരനെ വെച്ചിട്ടൊരു വിക്ടം, ഒരു റേപ്പ് വിക്ടമിൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റഡി എടുക്കണമെന്നുണ്ടായിരുന്നു, അതുപോലെ കുറേ പൊളിറ്റിക്സ് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ ഒരു അവിയൽ പടമാണ് ഈ JSK എന്ന് പറയുന്ന ഈ ഒരു സിനിമ. സത്യസന്ധമായി പറഞ്ഞാൽ ലിറ്ററലി മെജോറിറ്റി മൂവി ഞാൻ ഒരു വികാരവും ഇല്ലാണ്ട് കണ്ടു. കുറേ സീനുകളിലൊക്കെ എനിക്ക് നന്നായി ബോറടിച്ചു. കുറേ സീനിലൊക്കെ ഈ പടം എപ്പോഴാണ് തീരുക എന്ന് വരെ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചു. ഈ പടത്തിലെ ഇന്റർവെൽ സീനും ക്ലൈമാക്സ് പോർഷനും എനിക്ക് ജെനുവൻലി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. യെസ്, യു ഹേർഡ് മീ റൈറ്റ്, അതൊരു പോസിറ്റീവ് തന്നെയാണ്. സിനിമയുടെ ഇന്റർവെല്ലും ആ ക്ലൈമാക്സ് അഥവാ മാക്സിമം ഒരു 5-10 മിനിറ്റ് ഉണ്ടാവും. ആ 5-10 മിനിറ്റോ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ റെസ്റ്റ് ഓഫ് ദ മൂവി അഥവാ ഈ 2:20 അല്ലെങ്കിൽ 2:25 മിനിറ്റ്സ് എന്ന് പറയുന്നത് കണ്ടു തീർക്കാൻ ഞാൻ സത്യസന്ധം പറയാം, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അഥവാ ഞാൻ എന്താണോ പ്രതീക്ഷ ആളെ നന്നായി ചെയ്തു. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ പടത്തിൽ നിന്ന് ആളിൻ്റെ സ്ക്രീൻ ടൈം ഒരു 5 മിനിറ്റും കൂടി കുറച്ചാണെങ്കിൽ നമുക്ക് ആളുടെ റോളിനെ വേണമെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ എന്ന് വിളിക്കായിരുന്നു. കാരണം അത്ര ഈ പടത്തിലുള്ള ആള്. പിന്നെ അനുപമ പരമേശ്വരൻ ആസ് ജാനകി, ജാനകി വി. ഈ പടത്തിൽ അനുപമയുടെ പെർഫോമൻസ് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. ഷി വാസ് ഫൈൻ, ഷി വാസ് നൈസ്. ബട്ട് ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, വളരെ വീക്കായിട്ടുള്ളൊരു ക്യാരക്ടർ. ഒരു രീതിയിലുള്ള ഇമോഷണൽ കണക്ഷനോ ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റോ ക്രിയേറ്റ് ചെയ്യാതെ പോയ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പെർഫോമൻസ് വൈസ് ബാക്കി എല്ലാവരും കുഴപ്പമില്ലാണ്ട് തന്നെ ചെയ്തു. എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, മാധവ് സുരേഷ്, നമ്മുടെ സുരേഷ് ഗോപിയുടെ മോൻ ഈ പടത്തിലുണ്ട്. ആൾക്ക് പ്രത്യേകിച്ച് ഡയലോഗോ അഭിനയിക്കാനോ ഒന്നും ഈ പടത്തിലില്ല. പക്ഷേ ആള് അഭിനയിക്കാൻ കിട്ടിയ സീൻസിലും ഡയലോഗ്സ് ഒക്കെ കിട്ടിയ സീൻസിലൊക്കെ ആൾ നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അഭിനയത്തിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, അതായിരിക്കും നല്ലത്. ഗോകുൽ സുരേഷും തുടക്കത്തിൽ ഗംഭീര പ്രകടനത്തോടെ ഒന്നും അല്ല തുടങ്ങി. പിന്നെ ആൾ മെല്ലെ പഠിച്ച് എക്സ്പീരിയൻസിലൂടെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്തി. അതുപോലെ ആളും മാധവ് സുരേഷും എത്തട്ടെ, എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ മേക്കിംഗ് വൈസ് പടം നന്നായിരുന്നു, എനിക്ക് പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും പറയാനില്ല. ആകെയുള്ള ലിപ് സിങ്കിങ് അവിടെ ഇവിടെ കേട്ടൊക്കെ കുറച്ച് തകരാറുകൾ എനിക്ക് ഫീൽ ചെയ്തു. അതെനിക്ക് ഡെഫിനറ്റ്ലി ഒരു കല്ലിടേറ്റ് തോന്നി. അതർ ദാൻ ദാറ്റ് മേക്കിംഗ് വൈസ് ദ മൂവി വാസ് ഫൈൻ. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പാട്ടുകളൊക്കെ കേൾക്കാൻ രസമുണ്ടെങ്കിൽ പോലും എന്നെ പേഴ്സണലി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായി നിരാശപ്പെടുത്തി. അഥവാ ഈ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്തില്ല. സുരേഷ് ഗോപിയുടെ കുറച്ച് എൻട്രി സീനുകൾ ഈ സിനിമയുണ്ട്, അത് സത്യം പറഞ്ഞാൽ നല്ല ഓളം സൃഷ്ടിക്കേണ്ട സീനുകളായിരുന്നു. അതിലുപയോഗിച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും എനിക്ക് ഒട്ടും വർക്കായില്ല. ഒരു ഇമ്പാക്റ്റും ഒരു എഫക്റ്റും ക്രിയേറ്റ് ചെയ്തില്ല തിയേറ്ററിൽ. എന്നെ നന്നായി ഈ സിനിമ നിരാശപ്പെടുത്തി. ഞാൻ വൻ പ്രതീക്ഷകളോടെ ഒന്നും അല്ല പോയത്. ഞാൻ സിമ്പിളായിട്ടൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സുരേഷ് ഗോപിയുടെ ക്യാരക്ടറിനെ ഒരു നല്ല ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു കോർട്ട് റൂം ഡ്രാമ പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. ഇതിൽ കോർട്ട് റൂം ഡ്രാമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതും ഇല്ല. സുരേഷ് ഗോപിയുടെ പവർഫുൾ ക്യാരക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ട്, പക്ഷെ അതും മൊത്തത്തിലില്ല. അങ്ങനെ മൊത്തത്തിൽ അഗൈൻ ഒരു അവിയൽ പടം. അതാണ് JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. എന്തായാലും അതാണ് എൻ്റെ ഒപ്പീനിയൻ ഓൺ JSK. നിങ്ങൾ സിനിമ കണ്ടവരെ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.